ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ക്യാരറ്റ് സേമിയ പായസമാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പൊ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെയും കളർ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഈ നെയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പൊ കോരി മാറ്റിയതിനു ശേഷം അതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത ഒരു 2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തുടർച്ചയായിട്ട് ഇളക്കി അത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പം അതിന്റെ കളറൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി വരുന്നതായിരിക്കും. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ക്യാരറ്റിന്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. അപ്പം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം പഞ്ചസാരയെല്ലാം ലയിച്ച് ഇതുപോലെ ഒന്ന് ലൂസായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പാലൊക്കെ തിളച്ച് പാലൊക്കെ വഴറ്റി നമ്മുടെ ക്യാരറ്റ് വെന്ത് ഈ ഒരു സ്റ്റേജ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേജ് കിട്ടുമ്പോൾ നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതേ പാൻ വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1 കപ്പ് ബ്രഹ്മസലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ബ്രഹ്മസലി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 5.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇതാ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബ്രഹ്മസലിയൊക്കെ വെന്ത് വരുന്നതായിരിക്കും. അതായത് നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ബ്രഹ്മസലിയും ഏകദേശം ഒന്ന് വെന്ത് വരുന്നതായിരിക്കും. അപ്പൊ അത്തരത്തിൽ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതും നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ അതും കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പായസം റെഡി ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.